ഇന്ത്യൻ സംഗീത ലോകത്തെ ഏറ്റവും അധികം ചർച്ചയാകുന്ന പേരുകളിലൊന്നാണ് അനിരുദ്ധ് രവിചന്ദറിന്റേത്. നടൻ ധനുഷിന്റെ തമിഴ് ചിത്രമായ 3യിലൂടെയാണ് സിനിമാ സംഗീത ലോകത്തേക്ക് അനിരുദ്ധ് കടന്നുവരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തെ വിലയേറിയ സംഗീത സംവിധായകനായി മാറിയിരിക്കുകയാണ് അനിരുദ്ധ്. ബോളിവുഡിലും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച അനിരുദ്ധ് മികച്ച ഗായകൻ കൂടിയാണ്. ഷാറുഖ് ഖാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജവാനിലൂടെയാണ് ബോളിവുഡിലേക്ക് ചുവടുവെച്ചത്. ചിത്രങ്ങളിലെ ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു. ഇപ്പോഴത്തെ അനിരുദ്ധ് തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത്. പ്രതിഫലം 10 കോടി രൂപയാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 33 വയസ്സുകാരനായ അനിരുദ്ധ് ലിയോ, ജയിലർ എന്നീ ചിത്രങ്ങൾക്ക് 7 മുതൽ 8 കോടി രൂപ വരെയായിരുന്നു വാങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് പ്രതിഫലം കൂട്ടുകയായിരുന്നു. പ്രീതം, വിശാൽ ശേഖർ, MM കീരവാണി, യുവൻ ശങ്കർ രാജ തുടങ്ങിയവർ ഒരു ചിത്രത്തിന് 5 കോടിയിൽ താഴെയാണ് ഈടാക്കുന്നത്. AR റഹ്മാന്റെ പ്രതിഫലം 7 കോടി മുതൽ 8 കോടി വരെയാണെന്നാണ് പ്രചരിക്കുന്ന വിവരം. നടൻ രവിചന്ദ് രാഘവേന്ദ്രയുടെയും നർത്തകി ലക്ഷ്മിയുടെയും മകനാണ് അനിരുദ്ധ്. രജനീകാന്തിന്റെ ഭാര്യ ലതയുടെ സഹോദരനാണ് അനിരുദ്ധിന്റെ അച്ഛൻ. മുത്തച്ഛൻ കൃഷ്ണ സുബ്രഹ്മണ്യൻ 1930കളിൽ തമിഴിലെ അറിയപ്പെടുന്ന ചലച്ചിത്ര നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.